മല്ലപ്പള്ളി ടൗണിൽ പട്ടാപ്പകൽ വീട്ടിൽ ആളുകൾ ഉള്ള സമയം അതിക്രമിച്ചു കയറി മോഷണശ്രമം നടന്നു. രോഗിയായ വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന മാല മോഷ്ടിക്കുവാൻ ശ്രമം നടന്നപ്പോൾ വീട്ടുജോലിക്കാരിയുടെ സമയോചിതമായ ഇടപെടൽ മൂലം മോഷ്ടാക്കളുടെ ദൗത്യം വിഫലമായി. മല്ലപ്പള്ളി കുളക്കാട്ടിൽ KM ചെറിയാന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ചൊവ്വാഴ്ച പകൽ 11-ന് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് 2 പേർ ചെറിയാന്റെ വീട്ടിൽ എത്തിയവരാണ് മോഷണശ്രമം നടത്തിയത്. അന്യസംസ്ഥാനക്കാരാണ് ഇരുവരുമെന്ന് ചെറിയാന്റെ വീട്ടിലെ ജോലിക്കാരി ബിന്ദു പറഞ്ഞു. മാല പറിക്കാനുള്ള ശ്രമമായിരുന്നു. കയറി എന്നെയല്ല നോക്കിയത്, ആന്റിയെ നോക്കിയ മൊത്തം അങ്ങോട്ട് നോക്കി. അവന്മാർ ഇങ്ങനെ ഒറ്റ നോട്ട് നോക്കിയപ്പോൾ കയ്യിൽ 2 വള കിടപ്പുണ്ട്, കഴുത്ത മാലയുണ്ട്. ആ മാലയും ഇതും പറിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഞാൻ ചെന്ന് കഥ അടച്ചപ്പോഴത്തേനും എൻ്റെ നേരെ അവന്മാർ വന്നു. അത് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ പ്രായമുള്ളവർ? 35 വയസ്സ് കാണും, 35-40 വയസ്സിൻ്റെ ഇടയിലുള്ളവനാണ്. ഒരുത്തിന് നല്ല ആരോഗ്യമുള്ള കോട്ടയത്തു നിന്നാണ് വന്നെന്ന് പറഞ്ഞു. ഞാനെന്നാൽ ഇവന്മാരെ ഫോൺ നമ്പർ മേടിക്കാൻ ഈ സാധനം സമ്മതിക്കത്തില്ല. എന്നാന്ന് പറഞ്ഞാൽ അത് ഒരു കാർഡ് ഒരു നമ്പർ ഇതുണ്ടായിരുന്നു. ഞാനതെടുത്തപ്പോൾ ആൻറ്റി പറഞ്ഞു പൊക്കോട്ടെ, പാവങ്ങളാണ് പൊക്കോട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആൻറ്റി അതല്ല, ഇവന്മാർ കള്ളന്മാരാണെന്ന് തോന്നുന്നു പറഞ്ഞു. അന്നേരം എനിക്ക് സംശയം തോന്നി. ഞങ്ങളുടെ കമ്പനിയോട്ട് വിളിച്ച് പറയുമായിരുന്നു. രസീതുണ്ടോ കയ്യിൽ? ഇല്ല, അവന്മാരെടുത്തോണ്ട് പോയെങ്ങ. രസീതൊന്നും തന്നില്ല. നമ്മുടെ കയ്യിൽ കോട്ടയത്തു നിന്നാണ് വന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം ഇവിടെ ബംഗാളികളാണ് അവന്മാര്. ബംഗാളികളാണ്. ആരും മലയാളികളൊന്നുമല്ല, ബംഗാളികളാണ്. ആ ലോഡ്ജിനടുത്ത ഒരു പയ്യനും കണ്ടതിന്. ഇത് സംബന്ധിച്ച് ചെറിയാൻ കീഴ്വായ്പൂർ പോലീസിൽ പരാതി നൽകി. സംഭവം നടക്കുമ്പോൾ ചെറിയാന്റെ ഭാര്യ സജി ചെറിയാനും വീട്ടുജോലിക്കാരി ബിന്ദുവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.